മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാലുടൻ ലീഗ് ഒരു യോഗം ചേരാൻ പോകുന്നു. അവരുടെ നിർണായകമായ യോഗമാണ് എന്നറിയാൻ കഴിയുന്നുണ്ട്. അത് ലീഗ് പ്രതിപക്ഷത വി.ഡി. സതീശന് അനുകൂലമായ നിലപാട് പ്രഖ്യാപിച്ച കാര്യവും അത് പരോക്ഷമായി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച കാര്യവും അതിൽ മാത്യു കുഴൽനാടൻ്റെ കണ്ണുരുട്ടലും അതിന് മാത്യു കുഴൽനാടൻ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഈ അല്പൻ ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കുടപിടിക്കുന്ന താരതമ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ പ്രഖ്യാപനത്തിനിടെ ലീഗ് നിലപാട് കൂടി നിർണായകമാകുന്നുണ്ട്. നിഖിൽ പ്രവേശിച്ചിരുന്നു ആ വാർത്തയുടെ. നിഖിൽ, ഏത് തീരുമാനമാണ് ഹൈക്കമാൻഡിൽ നിന്നും ലീഗ് പ്രതീക്ഷിക്കുന്നത്? അത് വി.ഡി. അല്ലെങ്കിൽ ലീഗിന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ലീഗിന്റെ താല്പര്യപ്രകാരം അത് വി.ഡി. അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ്? ഈ യോഗം എന്തിനാണ് നിഖിൽ? കുമാർ, ഹൈക്കമാൻഡിൽ നിന്ന് ഈ തീരുമാനം, അതായത് ആരായിരിക്കും കേരളത്തിന്റെ വരുന്ന മുഖ്യമന്ത്രി എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനം വന്നാലുടൻ ലീഗ് നേതാക്കൾ യോഗം ചേരും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്പസമയം മുൻപ് അദ്ദേഹം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അദ്ദേഹം ഈ ചടങ്ങിന് പോകുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു, ഞാൻ മടങ്ങിയെത്തിയാൽ പ്രതികരണം അറിയിക്കാം. അപ്പോഴേക്കും മുഖ്യമന്ത്രി ആര് എന്നുള്ള തീരുമാനം ഡൽഹിയിൽ നിന്ന് വരികയാണെങ്കിൽ തന്റെ നിലപാട്, പാർട്ടിയുടെ നിലപാട് അറിയിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ ഞാനുള്ള പാണക്കാട് വീട്ടിലേക്ക് മടങ്ങിയെത്തി. പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ തീരുമാനം, ഹൈക്കമാൻഡിന്റെ നിലപാട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ അവർ പ്രതികരണം നൽകിയിട്ടില്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ ഈ വീട്ടിലുണ്ട്. എന്തായാലും ഹൈക്കമാൻഡിന്റെ നിലപാട് എന്ത് എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് മുസ്ലിം ലീഗ്. ലീഗ് അവരുടെ നിലപാട് ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിനെയും നിരീക്ഷകരെയും ഇന്ന് പ്രത്യേകമായി പ്രിയങ്ക ഗാന്ധിയെയും ഫോണിൽ വിളിച്ച് അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായ നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നതെങ്കിൽ തുടർ നടപടികൾ എന്ത് എന്നുള്ളത് ലീഗ് ആലോചിക്കും. എന്തായാലും ഒരു അടിയന്തര യോഗം ഇന്ന് രാത്രി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഹൈക്കമാൻഡിന്റെ തീരുമാനം പുറത്തു വന്നതിന് ശേഷമായിരിക്കും എന്ത് നിലപാടാണ് ലീഗ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത്. പൊതുജനങ്ങളുടെ വികാരം അടക്കം പരിഗണിക്കേണ്ടതുണ്ട്. നിയമസഭ ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ടാകും, ഉപതെരഞ്ഞെടുപ്പുകൾ വരാനുണ്ടാകും. അതിലൊക്കെ സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി ലീഗിന്റെ യോഗം. അതോടൊപ്പം തന്നെ ഈ എങ്ങനെയായിരിക്കണം മന്ത്രിസഭയിൽ ലീഗിന്റെ പ്രാതിനിധ്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു രൂപരേഖ ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കമാൻഡ് നിലപാട് വന്ന ഉടൻ ലീഗിന്റെ യോഗവും പാണക്കാട് ചേരും. ഹാഷ്മി, നിഖിൽ പ്രമേഷാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നു അങ്ങനെ അത്ര വലിയ ഒരു കടുത്ത നിലപാടൊന്നും ലീഗിനെ സംബന്ധിച്ച്, ലീഗ് നിലപാട് അറിയിച്ചു. ലീഗിന്റെ നിലപാട് എന്താണ്, കേരള മുഖ്യമന്ത്രി ആരാകണം, ആ നിലപാട് അറിയിച്ചു. ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് അവരുടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് മന്ത്രിമാരാരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളും ഒരുപക്ഷെ അവർ യോഗം ചേരുന്നുണ്ടെങ്കിൽ ഈ സ്ഥിതിഗതികൾ ഒന്ന് വിലയിരുത്തുക എന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം, ലീഗിന് അങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയ തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള അംഗബലം രണ്ടാമത്തെ കാര്യം അത് ലീഗിനില്ല. പിന്നെ 10 വർഷക്കാലത്ത് അധികാരത്തിന് പുറത്തു നിന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയതാണ്. അതുകൊണ്ടൊരു കടുത്ത നിലപാടൊന്നും ലീഗ് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ പറഞ്ഞ നേരത്തെ രമേശ് ചെന്നിത്തല ഈ പറയുന്ന യോഗത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ കേരളത്തോട് ഇതേ വോട്ടർമാർ പോലും വോട്ട് ചോദിക്കേണ്ടതാണ്. കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ ഞങ്ങൾക്കൊരു വോട്ട് തരൂ എന്ന് വോട്ട് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം അടക്കം ലീഗും രമേശ് ചെന്നിത്തല ഇപ്പോൾ ആ യോഗത്തിൽ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ, ആ സാഹചര്യങ്ങൾ, ബാക്കിയും തെരഞ്ഞെടുപ്പുകളുണ്ട്, അന്നും നമ്മൾ വോട്ട് തേടി പോകേണ്ടവരാണ് എന്ന സൂചന സതുദ്ദേശ ബുദ്ധിയാ ലീഗ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. അതല്ലാതെ ഇപ്പോൾ ലീഗ് പറഞ്ഞത് വി.ഡി. അല്ല, മറ്റൊരാൾ മുഖ്യമന്ത്രിയായാൽ ഉടനെ കൊടി പിടിച്ച് ലീഗ് കടുത്ത പ്രതിഷേധത്തിലേക്കൊന്നും പോവുകയില്ല. അതിന്റെ കാര്യവും ലീഗിനില്ല എന്നാണ് എൻ്റെ ധാരണ. അതിനിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്ത വരുന്നുണ്ട്. വിജയ് ഇപ്പോൾ ലോക് ഭവനിലെത്തി ഗവർണറെ കാണും. സർക്കാർ രൂപീകരണം സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം അവിടെ എത്തി ഗവർണറുമായി ചർച്ച ചെയ്യും എന്നാണ്. അതോടൊപ്പം തന്നെ പിന്തുണ നൽകിയ പാർട്ടി നേതാക്കളും വിജയ്ക്കൊപ്പം ലോക് ഭവനിലേക്ക് പോകുന്നുണ്ട്. വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് സൂചന. ഹാഷ്മി, ഈ മെയ് 4-ാം തീയതി വോട്ടെണ്ണിയ കേരളത്തോടൊപ്പം വോട്ടെണ്ണിയ മറ്റു സംസ്ഥാനങ്ങൾ, അതിൽ ബംഗാളിൽ നിന്ന് സുവേന്ദു അധികാരി ബി.ജെ.പി. സർക്കാർ അധികാരമേറ്റു. ഇപ്പോൾ ഇതാ തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലേറാൻ പോകുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആകാംക്ഷ തുടരുന്നു, ചർച്ച തുടരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.